അപ്പോൾ ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഹലോ ഗൈസ്, രാവിലെ തന്നെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു. മാ ഓ ബ്രേക്ക്ഫാസ്റ്റ് എന്തിട്ട് രാവിലെ? ദോശ. ദോശയും നോക്കട്ടെ. ആയാ ദോശ? ആയാ? ദോശയായി. ദോശ വെള്ളം കഴുകി വെളിയിൽ പോ, അവിടെ പോയി സ്ഥലത്ത് പോ, മാ എന്താടാ സ്ഥലത്ത് പോ. നവനവ കഴിക്കാം. ഓ കഴിക്കാം. പല്ല് തേച്ചാ നീ? പല്ല് തേച്ചില്ല. പല്ല് തേച്ചിട്ട് വാ, എല്ലാവർക്കും കാപ്പ് കുടിക്കാം. കാര്യം ഞാൻ മറന്നിട്ടുണ്ട്. കാപ്പ് കുടിച്ചതിന് ശേഷം ജൂലിയെ കുളിപ്പിക്കണം. അത് മനസ്സിലായാ? ജൂലി, കുളിക്കാൻ പോവാം. കുളിക്കാൻ പോകാം. ബാ ബാ കുളിക്കാൻ പോവാം. ഉറക്കം എണീച്ച് നിൽക്കാം. പോവാം. പോവാം. ബാ ജൂലി, ബാ ബാ. ഇവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണ കാര്യം തന്നെ ഭയങ്കര കഷ്ടമാണ്. ഇവള് വരത്തില്ല, അവൾക്ക് കുളിക്കാൻ മടിയാ. ബാ കമോൺ. ബാ ഇനി വാ. കമോൺ, കുളിക്കാം. ബാ. എന്നെ കാണുമോ മതി? കാല് വീണ്ടും വ്രണമാക്കി. പൊക്കോ പൊക്കോ. ഇവിടെ കുളിപ്പിക്കാൻ ഭയങ്കര മടിയാണ്. ഇവിടെ കുളിക്കാൻ നിൽക്കത്തതുമില്ല, കുളിക്കാൻ വിളിച്ചാൽ വരത്തുമില്ല. അതാ പ്രശ്നം. കൊടയല്ലേ കൊടയല്ലേ കേട്ടോ. സോപ്പ് തേക്കാനൊക്കെ ഇരുന്ന് തരും, പക്ഷേ വെള്ളം ഒഴിക്കുന്ന ആൾക്ക് ഇഷ്ടമല്ല. പുറത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആള് ഇവിടെ നിന്ന് ഓടും. ജൂലി, എടാ എടാ. ഞാൻ ലീവിന് വരുന്ന ദിവസങ്ങളിലൊക്കെ ഞാനാണ് ഇവിടെ കുളിപ്പിക്കുന്നത്. പിന്നെ ലീവില്ലാത്ത ദിവസം അമ്മ കുളിപ്പിക്കും. ഞാൻ വന്നുകൊണ്ട് അമ്മ കറക്റ്റായിട്ട് പറഞ്ഞ് പോയി പശുവിനെ കുളിപ്പല്ല, പട്ടിയെ കുളിപ്പിക്കും. അവളെ ഒരാൾ വിളിക്കുന്നുണ്ട്, അയാളെ ഞാൻ കാണിച്ചു തരാം. ഫുഡ് കഴിക്കാനാണോ വിളിക്കുകയെന്ന് തോന്നുന്നു.
നമ്മളിവിടെ ഇവിടെ അങ്ങനെ കെട്ടിയിടാറില്ല, ഇവിടെ അങ്ങനെ ഓടിപ്പോകത്തൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ എപ്പോഴും നമ്മൾ അഴിച്ചാൽ വിടുന്നത്. ഇപ്പോൾ കുളിപ്പിക്കാൻ നിൽക്കാത്തതുകൊണ്ട് മാത്രം പക്ഷെ അങ്ങനെ കെട്ടിയിട്ടേ അവിടെ. നേരത്തെ ഒരാൾ വിളിക്കുന്ന ആളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് കിങ്ങിണി. എന്നെ ഭയങ്കര പേടിയാണ്, ഞാൻ വന്ന ഓടിക്കളെ. അപ്പോൾ ഗൈസ്, ഇന്നലെ ഞാൻ ജൂലിയെ കാണിച്ച സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു വേറൊരാളോട് ഉണ്ട്, ഒരാളെ കാണിച്ചു തരാമെന്ന്. ആളെ കാണിച്ചു തരാം. മാ ഞാനുണ്ടോ ബാ ഇവിടെ ഇരി. ഇതാണ് ഡീപ്പേ. ദീപേ ഇങ്ങടാ, വാടാ. എൻ്റെ വരത്തില്ല, അതാണ് ഇങ്ങനെ കൈ തട്ടി മാറ്റുന്നത്. വാടാ, ബാ പോവാം, പോവാം, പോവാം. മരത്തില്ല, വാ മരത്തില്ല. ഇണ്ടോക്കടാ, വാടാ. മോൻ പോണില്ലേ. ഗൈസ്, അപ്പോൾ ഞാൻ തുടങ്ങിയ എൻ്റെ യൂട്യൂബ് ചാനൽ 2K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു 2K സബ്സ്ക്രൈബേഴ്സായി. അതായത് 2K സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ ആയെന്ന് പറയാം. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പം ഇത് ഒരു പെട്ടെന്ന് തന്നെ എനിക്ക് 2K അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പം അതിന് താങ്ക്സ് പറയാനുള്ളത് നിങ്ങളെല്ലാവരുടെ അടുത്തുമാണ്. അപ്പോൾ താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഇനി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗൈസ്, സമയം ഒരു 4 മണിയായപ്പോൾ തന്നെ അമ്മ ചായ ഇട്ട് തന്ന്. അപ്പം ഇനി ചായ എല്ലാം കുടിച്ചിട്ട് വേണം. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഞായറാഴ്ച ദിവസങ്ങളിൽ റീൽസൊക്കെ എടുക്കാറുണ്ട്. അവരിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ഇടും. അപ്പം അവന്മാർ അതെടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാനും കൂടെ ഇങ്ങനെ ചെല്ലും, ചുമ്മാ അവന്മാരെ കൂടെ ഇങ്ങനെ നിൽക്കാനൊക്കെ ആയിട്ട്. അപ്പം ചായയൊക്കെ കുടിച്ചിട്ടാണെങ്കിൽ അതിന് പോകാൻ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ അവന്മാർ റീൽസ് എടുക്കുന്നിടത്ത് വന്നിട്ടുണ്ട്. അപ്പം ഫുള്ളൊരു പാടശേഖരം പോലത്തെ സ്ഥലമാണ്. അപ്പം കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ പാടശേഖരം. അപ്പം നമ്മളെ നാട്ടിലെ ഒരു വയലാണിത്. അപ്പം ഇവിടെ നിന്നാണ് അവന്മാർ വീഡിയോ എടുക്കാനായിട്ട് വന്നത്. ഇപ്പം ഈ നെല്ലെല്ലാം കൊയ്യാറായി. നമ്മൾ 4 പേരുണ്ട്, അതായിരിക്കുന്ന അവന്മാർ. ഹലോ ഗൈസ്, അപ്പോൾ ഇവന്മാർ റീൽ എടുക്കാൻ വേണ്ടി ഇവന്മാർ ഇവിടുന്ന കഷ്ടപ്പാടുകളാണ്. അങ്ങനെ നമ്മൾ നേരെ കണ്ണൻ്റെ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി നേരെ പെട്രോൾ പമ്പിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്ന്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്.